ഓക്കെ എടുത്തോ. നമസ്കാരം. നല്ല സിനിമകളെ മോശം പറയുന്ന രീതിയോട് എനിക്ക് യോജിപ്പില്ല, പെരേരയ്ക്കും യോജിപ്പില്ല. കണ്ടോ, ഒരു സിനിമയെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നു, ഒരുപാട് സ്നേഹിക്കുന്നു. സ്വപ്നസുന്ദരി എന്ന സിനിമ ഫിലിപ്പ് സാറ് അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടാണ് സിനിമ തിയേറ്ററിൽ എത്തിക്കാൻ വേണ്ടി അദ്ദേഹം കഷ്ടപ്പെട്ടു. ആ സിനിമ തിയേറ്ററിലെത്തിയപ്പോൾ എങ്ങനെയോ നമ്മുടെ ആറാട്ടണ്ണൻ അവിടെ എത്തി റിവ്യൂ പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിൻ്റെ പേജിൽ ആ സിനിമയെ കുറിച്ചിട്ടേക്കണേ രജത് സാറും ജിൻഡോയൊക്കെ അഭിനയിച്ച പടം കൂതറയാണെന്ന് പറഞ്ഞ അണ്ണൻ അത് പോസ്റ്റ് ഇട്ടതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. എന്താ പറയുക, ഒരു നല്ല സിനിമയെ ഒരിക്കലും മോശപ്പെടുത്തുന്ന രീതി കൊള്ളാം. പക്ഷേ ഒരു കാര്യം അണ്ണൻ പറയുന്നുണ്ട്, ഇങ്ങനെ ഇട്ടാൽ മാത്രമാണ് ആളുകൾ കയറുള്ളൂ എന്നുള്ള രീതിയിൽ അണ്ണൻ പറയുന്നുണ്ട്. നെഗറ്റീവ് ഇടുമ്പോഴാണ് ആളുകൾ തിയേറ്ററിൽ കയറുള്ളൂ, ആ പടം റീച്ച് ആവുള്ളൂ എന്ന് പറയുന്നത്. ഇതിൽ ഏതാണ് സത്യാവസ്ഥ എന്ന് ഞങ്ങൾക്ക് അറിയില്ല അല്ലേ. എന്നാലും അണ്ണൻ നല്ലതിനാണോ ചീത്തയ്ക്കാണോ? മഞ്ഞുമൽ ബോയ്സ് അതുകൊണ്ടാണ് അണ്ണൻ ഇട്ടത്. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും ആ സിനിമയെ കുറിച്ചൊന്ന് പറയുകയാണ്. നല്ലൊരു സിനിമയാണ് സ്വപ്നസുന്ദരി. എല്ലാവരും ഒന്ന് കാണുക. എല്ലാവരും കാണുക. ഞാനും കണ്ടതാണ് പടം. എന്തായാലും തിയേറ്ററിൽ പോയി കാണുക. നല്ലൊരു സിനിമ. ഫിലിപ്പ് സാറിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഫിലിപ്പ് സാർ നല്ല ഡയറക്ടറാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യ സ്നേഹിയാണ്. ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും നല്ലൊരു സിനിമയായിട്ട് മാറട്ടെ. ഇപ്പോൾ ജിൻഡോയും രജി സാറൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നല്ല പ്രമേയം തന്നെയാണ്, പ്രണയവും എല്ലാം. ചലച്ചിത്ര സിനിമയാണ്. തിയേറ്ററിൽ പോയി കാണണം. നല്ല പടമാണ്. ഇപ്പോഴും മൂവാറ്റുപുഴ മാളിൽ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 2ാം വാരം ഓടിക്കൊണ്ടിരിക്കുകയാണ് സ്വപ്നസുന്ദരി. ഏതെന്നറിയാം, ഹൈ സ്ട്രീറ്റ് മാൾ, മൂവാറ്റുപുഴ ഐസക് തിയേറ്ററിന് ഓപ്പോസിറ്റുള്ള ഹൈ സ്ട്രീറ്റ് മാളിൽ. ഞാൻ പണ്ടേ ഈ പേരിട്ട് ഞെട്ടി, റെഡ് സ്ട്രീറ്റോ അങ്ങനത്തെ സാധനം ഉണ്ടല്ലോ, പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞപ്പോൾ. അപ്പോൾ ഹൈ സ്ട്രീറ്റ് മാളാന്നുള്ള കാര്യം പിന്നീടാണ്. അപ്പോൾ മൂവാറ്റുപുഴ ഹൈ സ്ട്രീറ്റ് മാളിൽ ഈ സിനിമയുണ്ട്, വന്ന് കാണുക. ഓക്കെ, ഇപ്പോൾ ഒരു ചെറിയൊരു ഇടവേള.